നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 കർക്കിടക മാസം 2-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 18-ാം തീയതി മന്ദവാരം ശനിയാഴ്ച. നാളെ ശനിയാഴ്ച സൂര്യോദയം കാലത്ത് 6:15 അസ്തമയം വൈകിട്ട് 6:47 തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം ശനിയാഴ്ച നിങ്ങൾക്കറിയാം, 9 മുതൽ 10:30 വരെയുള്ള സമയം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി നല്ല തിഥിയാണ്, വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. നാളെ കഴിഞ്ഞാൽ പിന്നെ ഷഷ്ഠിവ്രതം എടുക്കേണ്ടുന്ന ദിനമായി അത് നാം സവിസ്തരം ചർച്ച ചെയ്യും. നാളെ ഏതായാലും വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. നാളത്തെ നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക, നാളെ പൂരം നക്ഷത്രമാകുന്നു. വെളുത്തപക്ഷത്തിലെ പൂരം നക്ഷത്രമാണ്, പക്ഷേ പൂരം മുപ്പൂരത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഒരു ശുഭകാര്യങ്ങൾക്കും യാത്രയ്ക്കോ വിത്തിട്ടാൽ പൊടിക്കാത്തതുമായ നക്ഷത്രങ്ങളാണ് മുപ്പൂരം. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ. യമൻ എന്നാൽ ഭരണി, രുദ്രൻ, തിരുവാതിര, അഹി, ആയില്യം, പിന്നീട് പൂരം, പൂരാടം, പുരുരുട്ടതി, അപ്രകാരം തൃക്കേട്ട. ഈ 7 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പാടില്ല. അപ്രകാരം തന്നെ വിത്തിട്ടാൽ പൊടിക്കില്ല, യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണെന്നറിയുക. അതിൽപ്പെടുന്ന നക്ഷത്രമാണ് പൂരം നക്ഷത്രം. പൂരം ദേവിയുടെ നക്ഷത്രമാണ്. ഭരണിപൂരം, പൂരാടം ശുക്രന് ബലമുള്ള നക്ഷത്രമാണ്. ശുക്രൻ ഭരിക്കുന്ന നക്ഷത്രമാണ്. അതിനാൽ ദേവീപ്രീതികരങ്ങളായ കാര്യങ്ങൾക്കൊക്കെ നാളത്തെ ദിനം നല്ലതാണ്. ശത്രു സംഹാരത്തിനൊക്കെ നാളത്തെ ദിനം നാളികേരം കൊണ്ട് മുട്ടറക്കൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നാളെ ശനിയാഴ്ച അപ്രകാരം തന്നെ ഹനുമാൻ സ്വാമി അല്ലെങ്കിൽ ശനീശ്വരന്, അതുമല്ലെങ്കിൽ അയ്യപ്പന്, ശാസ്താവിന് നെയ്വിളക്ക് സമർപ്പിക്കുക കാലത്ത്. അപ്രകാരം ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം വഴിപാടായി ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. നന്നായി ദേവീപ്രീതി ചെയ്യുന്നത് നല്ലതാണ്. ദേവി മാഹാത്മ്യം വായിക്കാം. അപ്രകാരം ശനിയാഴ്ചയാകയാൽ ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രമൊക്കെ നാളെ ജപിക്കുന്നത് വളരെ അനുകൂലമാണെന്നറിയുക. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പല കാര്യത്തിലും നാളത്തെ ദിനം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകാം. എങ്കിലും നിർബന്ധമാണെങ്കിൽ 12:15 മുതൽ 1:15 വരെയുള്ള സമയം നല്ല കാലഹോരയാണ്, നല്ല രാശിയാണ്. ശുഭകാര്യങ്ങൾക്കായി ഒരു നിർവാഹമില്ലെങ്കിൽ സമയം കണ്ടെത്താമെന്ന് മാത്രം. നന്ദി, നമസ്തേ.